മെലൂഹയിലെ ചിരഞ്ജീവികൾ അധ്യായം 3. അവൾ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. തുടരുന്നു. സംഭവവശാൽ എന്തുകൊണ്ടാണോ വെള്ളരിക്ക വിൽപ്പനക്കാരൻ തൻ്റെ വിൽപ്പന ചരക്കിനെക്കുറിച്ച് വിളിച്ചു കൂവാത്തത്? അവൻ ആ ക്ഷേത്രത്തിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. എന്തായാലും അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. മുറ്റത്തിൻ്റെ മധ്യത്തിലുള്ള ജലധാരയെ വലം വെച്ച് കടന്നു വന്ന ആ രഥം തീർത്ത പാതയിലേക്ക് അവൻ ഉറ്റുനോക്കി. ഉദ്യാനത്തിൻ്റെ കവാടത്തിൽ നിന്നിരുന്ന ആട്ടിടയനെ കടന്ന് വലത്തോട്ട് തിരിഞ്ഞുപോയി ആ രഥം. സംഭവവശാൽ എവിടെയാണോ ആട്ടിടയൻ്റെ ചെമ്മരിയാടുകൾ, രഥം വന്ന വഴിയിലേക്ക് ശിവൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ക്ഷേത്ര സമുച്ചയത്തിനുള്ളിലേക്ക് അപ്പോൾ കടന്നു വന്ന ഒരാൾ ആ രഥത്തിനടുത്ത് നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ അയാൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നിരുന്നില്ല.